വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയങ്കടം. ഹിന്ദു കുടുംബങ്ങളിൽ ഒരുപാട് ശക്തി ചൈതന്യങ്ങളുള്ള ദൈവിക ഭാവങ്ങൾ, ദൈവിക ശക്തി ഉണ്ടായിരുന്ന ഒരുപാട് കോമരക്കാരുണ്ടായിരുന്നു, കർമ്മികളുണ്ടായിരുന്നു, ഒരുപാട് അച്ചാച്ചന്മാരുണ്ടായിരുന്നു. അച്ചാച്ചന്മാരെന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഉദ്ദേശിക്കുന്നൊരു 10-80 വയസ്സ് അല്ലെങ്കിൽ 100 വയസ്സൊക്കെ ഉള്ള അത്രയും വയസ്സൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇന്നിപ്പോൾ അതിൻ്റെയൊക്കെ മക്കളൊക്കെ ആയിരിക്കാം. പക്ഷെ അന്നത്തെ ഒരു ശക്തിയോ ചൈതന്യങ്ങളോ ഇന്നുള്ള വ്യക്തികൾക്കാർക്കും ഇല്ല. കാരണം ഇന്ന് നിമിഷത്തിന് വില, ഇന്ന് സമയം എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടു അതിനെ ആചരിക്കുക, എന്ത് കണ്ടു അതിനെ പൂജിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്നു അതിനെ ഏതാണ് വെച്ചാൽ അതിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ ശക്തി മാത്രം ഇതാക്കി പറഞ്ഞ് അപ്പോൾ അതിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ തോന്നും വേറെ ദൈവത്തിൻ്റെ കാര്യം പറയണം. അപ്പോൾ അത് അങ്ങോട്ട് പോയി, അപ്പോൾ അവിടെ ഇന്നമാതിരിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്, ഇന്നമാതിരിയാണ് ആചാരങ്ങളെന്ന് പറയുമ്പോൾ അവിടേക്ക് പോയി. അങ്ങനെ ഒന്നിനൊരു ഉറപ്പില്ലാത്തൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റത് പൂർവികമായിട്ടുള്ള കാലത്ത് അവർ ഗുരുമുത്തച്ഛന്മാർ വന്നാലും ഭഗവതിയെ, ഭദ്രകാളിനെ അല്ലെങ്കിൽ ചാത്തനെ ഇതൊക്കെ കൃത്യമായിട്ട് ആചരിച്ച് വന്നിട്ട് കൃത്യമായിട്ട് തന്നെ തപസ് ചെയ്ത് ഉപാസനയൊക്കെ അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ വളരെയധികം ശിക്ഷണത്തിൽ ആ കരിശക്തിയൊക്കെ മേടിച്ച് അത് അവിടെ നിന്ന് സേവ ചെയ്ത് ആ ദൈവികമായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ എത്ര വർഷങ്ങളാണ് ആ വർഷങ്ങളോളം തപസ് ചെയ്ത് ജപം ചെയ്ത് മറ്റൊരു ആളുകളായിട്ടുള്ള ബന്ധങ്ങളില്ലാതെ, മറ്റൊരു വ്യക്തികളായിട്ടുള്ള സംസർഗങ്ങളില്ലാതെ ഈ ദൈവത്തിലേക്കും അതേപോലെ തന്നെ വിട്ട ഗുരുവുമായിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് പോയിട്ട് ചിലപ്പോൾ ആ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വന്നാൽ ഏതെങ്കിലും പ്രത്യേകിച്ച് കല്ലടിക്കോടൻ മലയിലൊക്കെ തപസ് അല്ലെങ്കിൽ അവിടെയൊക്കെ പഠിച്ച് സേവിച്ചു എന്ന് പറയുന്ന വ്യക്തികൾക്കൊക്കെ ഇതേപോലത്തെ ഒരു ഭാവം രണ്ട് വ്യക്തിനെ ചിലപ്പോൾ കാണുള്ളൂ. ഒന്ന് ആ ഉപാസന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഗുരുനാഥനെയും അതിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഈ മന്ത്രത്തിനെയും, ആ മന്ത്രം ഉരുക്കഴിക്കുന്നതായ ആ പാടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു മനസ്സിൽ. അപ്പോൾ അത് വർഷങ്ങളോളം നിന്ന് സേവ ചെയ്യണോ, അതേപോലെ തന്നെ മന്ത്രം അതിൻ്റെ പഠിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അവർ അവിടെ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ എന്തായാലും ഒരു 5-8 കൊല്ലം അല്ലെങ്കിൽ ഒരു 4-5 കൊല്ലത്തിന് കേട്ട് പുറത്ത് കാണുള്ളൂ. അപ്പോഴേക്കിനും ഈ ദൈവീനെ അല്ലെങ്കിൽ ദേവനെ അത്രയധികം ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ആ സ്വരൂപം അല്ലെങ്കിൽ അവരുടെ മന്ത്രങ്ങളെ കൊണ്ട് ഒന്ന് സ്മരിച്ചാൽ ആ മാത്രമേ തന്നെ ആ ദേവിയോ ദേവനോ അവരുടെ ശരീരത്തിലേക്കോ അവരുടെ ആ മനസ്സിലേക്കോ കണ്ണിലേക്കോ അവരുടെ ആ രൂപം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം വരികയും അതേപോലെ തന്നെ എന്തൊരു കാര്യം ചെയ്താലും അതിനെ 100% അത് ഫലവത്താക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് ചില വേലകളിൽ പൂരത്തിൻ്റെ അവസരത്തിലൊക്കെ കാണാം വെളിച്ചപ്പാടന്മാർ അത് അവർ ആ കച്ചൊക്കെ കെട്ടി വേല പുറപ്പെടുന്ന കണ്ടാൽ തന്നെ ഒരു വളരെയധികം ഐശ്വര്യം ഉണ്ടായിരിക്കും. നല്ല ഒരു ശാന്തഗംഭീരമായിട്ടുള്ളത് അത്രയും അങ്ങനെ ഒരു മുഖഭാവത്തോട് കൂടിയിട്ടുള്ളതായ ശരിക്കും ദേവീനെ ആയിരിക്കും അവരുടെ മനസ്സിലും ആ ശരീരത്തിൽ ദേവിയുടെ സാന്നിധ്യത്തിൽ നല്ല ശക്തിയുള്ള ആളുകളായിരിക്കും. അവരാരോടും വഴക്കിന് എതിർപ്പിന് പോകുന്നൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നെറ്റി നിറയെ കുറിയിട്ട് അതേപോലെ തന്നെ ആ തിരായുധമൊക്കെ പിടിച്ച് വരുമ്പോൾ ഒരു അട്ടഹാസം ഒക്കെ വരുമ്പോൾ കാണാം അതിനൊരു പ്രത്യേക രാജകീയ ഒരു പ്രൗഢിയുണ്ട് അതിന്. അപ്പം ഇന്ന് പലരും ആരും കുറ്റം പറയില്ല, സാഹചര്യം എങ്ങനെയാണ്, ആരും പറഞ്ഞു കൊടുക്കാനുള്ള നല്ല ആളുകളില്ല, കഴിവുള്ള ഗുരുക്കന്മാരില്ല. കല്ലടിക്കോടൻ മല എന്നുള്ളതൊരു കേട്ടുകേളിയുള്ള പലർക്കും അനുഭവമില്ല. ഉണ്ടെങ്കിലും പഴയ കാലത്തെ പോലെ തന്നെ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അത് പറഞ്ഞു കൊടുത്താലും അതിൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ ആരും തയ്യാറാവില്ല. അപ്പോൾ ആരെ പറയണ വെച്ചാൽ അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഇദ്ദേഹം നാളെ ഒരു ഗുരുവാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ശിഷ്യത്വം സ്വീകരിച്ച് പോവുക. അപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് മാത്രം അറിവുണ്ടെങ്കിൽ അറിയുന്ന പോവുക. അപ്പോൾ കേൾക്കുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും, തെറ്റായിരിക്കാം. അപ്പോൾ എങ്കിലും അദ്ദേഹം ഗുരു പറഞ്ഞു കൊടുക്കുന്ന വാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരേ ഒരു വിശ്വാസത്തിലാണ് ഇരിക്കും പോവുക. പണ്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. ആ കഥ വായിച്ചപ്പോൾ അതിലേക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ ഭക്തി മറ്റെന്തിനേക്കാളും ആ ദൈവത്തിനെ അടുപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, പലരും അങ്ങനെ തന്നെയാണ്, അനുഭവം തന്നെയാണത്. അതൊരു ബ്രാഹ്മണ മേധാവിത്വം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു വിഷവൈദ്യനാണ്. അപ്പോൾ ആ വിഷവൈദ്യൻ എന്ന് പറഞ്ഞാൽ ആരും അന്നത്തെ കാലം അങ്ങനെയാണ്, ബ്രാഹ്മണന്മാരുടെ അടുത്തേക്ക് ആരും എത്താൻ പറ്റില്ല. ഇപ്പോൾ അതിൽ ജാതിയിൽ മനുഷ്യന്മാരായാലും ജാതിയിൽ താണവരെന്ന് മുദ്ര കുത്തിയിട്ടുള്ള ആളുകൾ കുറേ അകലെ, അത് ഈ ബ്രാഹ്മണന്മാരും അല്ലെങ്കിൽ തമ്പുരാന്മാരെന്നൊക്കെ പറയുന്ന അവരൊക്കെ വരുന്നത് കണ്ടാൽ തന്നെ പൊളിച്ച് ഏതെങ്കിലും ഭാഗത്തേക്ക് അവർ ജീവൻ കിട്ടി വെച്ചിട്ട് പോവുക, നേരിട്ട് വരണമെന്നില്ല. അപ്പോൾ ഇദ്ദേഹം നല്ലൊരു വിഷവൈദ്യനാണ്, നല്ല കൈപ്പുണ്യമുള്ള വിഷവൈദ്യനാണ് ഈ ബ്രാഹ്മണൻ.
അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾക്ക് ഒരു ആഗ്രഹം തോന്നി, എനിക്കും ഈ വിഷവൈദ്യം പഠിക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഇദ്ദേഹം വരുന്ന വഴിയിലേക്ക് അദ്ദേഹം കയറി വന്നു. കാരണം അതിൻ്റെ ഒരു കാര്യപ്രാപ്തി അതിൻ്റെ എന്തോരം ഒരു മോശമാണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തായാലും സീരിയസ് എന്ന് ഇദ്ദേഹം മനസ്സിലെടുത്തിട്ടില്ല. സാധാരണ വേണ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്ന് ആളെ മനസ്സിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ആൾ വന്നിട്ട് നേരിട്ട് വന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്താണെന്ന് ചോദിച്ചില്ല, എനിക്ക് വിഷവൈദ്യം പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയും, വിഡ്ഢി കുഷ്മാണ്ഡം എന്ന് പറഞ്ഞിട്ട് ആളിനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇതെന്ത് വിചാരിച്ചെന്ന് പറഞ്ഞാൽ, വിഡ്ഢി കുഷ്മാണ്ഡം എന്ന് പറഞ്ഞാൽ വിഡ്ഢി കുഷ്മാണ്ഡം എന്ന് പറഞ്ഞ കുമ്പളങ്ങാന്ന് എന്താ അർത്ഥം? അദ്ദേഹം മന്ത്രമാണ് ഉപദേശിച്ച് തന്നേ എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം പോയിട്ട് അതിരുന്ന് ജപിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ചിത്രം കണ്ടുകൊണ്ട് ഈ ഗുരുനാഥൻ ഉപദേശിച്ചിരുന്ന മന്ത്രമാണ് എന്ന് വിചാരിച്ചിട്ട് അത് ജപിച്ച് അദ്ദേഹം കുറേ കാലങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു വിഷവൈദ്യനായി മാറി എന്ന് പറയാൻ കാരണം, ആ നാട്ടിലുള്ള ഒരുപാട് ഇതേപോലെ വിഷം പറ്റിക്കഴിഞ്ഞാൽ അന്ന് ആശുപത്രി ഒന്നുമില്ല പഴയ കാലത്ത്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് മരിച്ച ആൾ വരെ ജീവിച്ച് പോകുന്നൊരു സന്ദർഭമാണ്. അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ വന്ന് കിടക്കുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരിക്കൽ ഈ ഗുരുനാഥനെ പാമ്പ് കടിച്ചു, വിഷം പറ്റി. അങ്ങനെ ഗുരുനാഥൻ മരിച്ചു എന്നുള്ളതിൽ ആയപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിനെ ചുമന്നിട്ട് ഈ ശിഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവർക്കറിയില്ലായിരുന്നു ശിഷ്യനാണ് എന്താണെന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അവിടെ ഇതിനെ കണ്ടപ്പോൾ ഭയങ്കര, കാരണം എൻ്റെ ഗുരുനാഥനെയാണ് പാമ്പ് കടിച്ചിട്ട് വിഷം വിറ്റിട്ട് തീണ്ടി വന്നിട്ടുള്ളത്. അദ്ദേഹം സർവ്വ കഴിവ് ഉപയോഗിച്ചു, അദ്ദേഹം ജീവിച്ചു, ജീവൻ വന്നു. അതായത് മൂക്കുന്നൊക്കെ ശ്വാസം വിട്ട ആ അളവായി, അതായത് മരണത്തോട് മല്ലടിച്ച് മരണത്തിലേക്ക് കടക്കുക. അങ്ങനെ അദ്ദേഹത്തിനെ ജീവിപ്പിച്ചു, അല്ലെങ്കിൽ ആ വിഷം ഇറങ്ങി. ആ വിഷം ഇറങ്ങിയതിന് ശേഷം വന്നിട്ട് ആളുകളോട് ചോദിച്ചു, ഇങ്ങനെ വിഷം പറ്റി എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ. കാരണം ഒരു ദിവസം മുഴുവൻ ഉറങ്ങാതിരിക്കണം, അതല്ല അതിനൊക്കെ ചിട്ടയോടെ ഉള്ള മരുന്നുകളുണ്ട്, പഥ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏതുണ്ടായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നമാതിരി ഒരാൾ അടുത്ത് അങ്ങക്ക് വിഷം പറ്റി. അപ്പോൾ ഇനി ഇവിടെ ഏറ്റവും വലിയൊരു വിഷവൈദ്യനാണ് അങ്ങ്. ഇനി വിഷം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഷം പറ്റിക്കഴിഞ്ഞാൽ വിഷം തീണ്ടി കഴിഞ്ഞാൽ മരണം തന്നെയുള്ളൂ. അപ്പോഴാണ് ഇന്ന സ്ഥലത്തൊരാളുണ്ടെന്ന് അറിഞ്ഞ് അവിടെ എന്നപ്പോൾ പറഞ്ഞു, അങ്ങയുടെ ശിഷ്യൻ അരുമ ശിഷ്യനാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയില്ല. അങ്ങനെ ഇത് സുഖമായി. ഇദ്ദേഹം കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരും വരാതെ, വിഷം ഇറങ്ങിക്കഴിഞ്ഞാൽ വിഷം പറ്റിക്കഴിഞ്ഞ് വരാണ്ടായി. അപ്പോൾ ഇദ്ദേഹം ഒരു സായാഹ്നത്തിൽ അദ്ദേഹത്തിനെ കാണാൻ പോവാം. അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ വണ്ടിയും കാറൊക്കെ ആയിട്ട്, കാളവണ്ടി അതേപോലെ കത്ത് കെട്ടി കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ കണ്ടവശം ശിഷ്യനെ എണീറ്റു, കാക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എവിടുന്നാണ് ഈ മന്ത്രം പഠിച്ചിട്ടുള്ളത്, എന്ത് മന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് ആണ് എൻ്റെ ഗുരുനാഥൻ, അങ്ങ് എനിക്ക് അന്ന് പറഞ്ഞു തന്ന മന്ത്രമാണ്, ഞാനത് പഠിച്ച് ദൈവത്തിനെ പോലെ അങ്ങനെ കണ്ടിട്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നത്, അതിനല്ലാണ്ട് എനിക്ക് വേറെ പഠിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ചിട്ട്, ഈ ബ്രാഹ്മണൻ അദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അദ്ദേഹം വഴക്ക് പറഞ്ഞതാണ്, വിഡ്ഢി നിൻ്റെ പോയോ എന്നുള്ളതിൽ, എന്താ നീയാണോ എൻ്റെ അടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ വരണം എന്നുള്ളൊരു ഗർവോട് പോയിട്ട് അദ്ദേഹം പറഞ്ഞെങ്കിൽ കേട്ട ആൾ അദ്ദേഹം അതൊരു മന്ത്രമാണെന്നുള്ളതിൽ കൃത്യമായിട്ട് അത് പഠിച്ചു. അപ്പോൾ എന്തിനും വിശ്വാസമാണ്, ഉള്ളറിഞ്ഞിട്ടുള്ള വിശ്വാസമാണ്, അന്ധമായിട്ടുള്ള വിശ്വാസം, അന്ധവിശ്വാസമല്ല കേട്ടോ. ആ വിശ്വാസമാണ് അദ്ദേഹം ഈ ആശാനം കിട്ടി വലിയ വിഷവൈദ്യനെ ആക്കി തീർത്തു, മറ്റേ ശിഷ്യനെ. അപ്പോൾ ഈ പറഞ്ഞത് ഓരോരുത്തരും വിശ്വാസമാണ്. അപ്പോൾ എന്താ കേൾക്കുന്നത് ശരിയായാലും തെറ്റായാലും ആ കേൾക്കുന്നത് ശരിയാവും എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ പല ആളുകളും അറിവുള്ള നല്ല ആളുകളുണ്ടാവും, അതേപോലെ നല്ല വൃത്തിവെടുപ്പ്, അവർ കക്കരുത്, നുണ പറയരുത്, മറ്റാളുകളെ ഉപദ്രവിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ദേവനെ അല്ലെങ്കിൽ ദേവീനെ 100% പൂജിക്കുക. പ്രത്യേകിച്ച് കുടുംബദൈവങ്ങൾ, പരദൈവങ്ങളെ തന്നെ കൃത്യമായിട്ട് ആചരിക്കുക. ജോലിയുള്ളവരുണ്ടാവും, പണിക്ക് പോകുന്നതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള സമയങ്ങൾ പോകുന്നിട്ട് മുൻപ് അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണം നമ്മുടെ കയ്യാലെ എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക. അതിനെ നിത്യം വിളക്ക് വയ്ക്കുക, കർമ്മങ്ങൾ ചെയ്യുക, മാസത്തിലൊരിക്കലെങ്കിലും കർമ്മങ്ങൾ നിവേദ്യങ്ങൾ വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പഠിപ്പുകളില്ലെങ്കിലും ഇവരുടെ 100% അനുഗ്രഹങ്ങൾ നമുക്കുണ്ടായിരിക്കും. നമുക്ക് ആർക്കും രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളൊരു വലിയൊരു മാന്ത്രികനായില്ലെങ്കിലും ദൈവമേ എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ എൻ്റെ ആളാണ്, അതിന് വിഷമം ഉണ്ടാവരുത്തിട്ട, എന്തോ ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട്, അത് മറ്റുള്ള ഏതെങ്കിലും മാന്ത്രികമായിട്ടുള്ളതായ എന്തെങ്കിലും പ്രധാനമാണോ അല്ലെങ്കിൽ പേടി പറ്റിയിട്ടുള്ളതാണോ ആണെങ്കിൽ ഇവിടുത്തെ ശക്തി കൊണ്ട് അദ്ദേഹത്തിന് സമാധാനമാക്കണേ എന്ന് പറയുകയാണെങ്കിൽ തന്നെ
അതിന് സമാധാനം ഉണ്ടാകാൻ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് കഴിയും. അപ്പോൾ വിശ്വാസം, അപ്പോൾ നമ്മുടെ ധർമ്മദൈവാദികളുടെ അനുഗ്രഹം, ഗുരുമുത്തച്ഛന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മൾ പിഴയ്ക്കില്ല. അപ്പോൾ കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, ആചരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പൂർവികമായിട്ട് അങ്ങനെയുള്ള ദൈവസ്ഥാനങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിന് കൃത്യമായിട്ട് പരിപാലിക്കുക. അങ്ങനെ പരിപാലിക്കുന്ന എല്ലാവർക്കും നന്മകൾ വരട്ടെ, ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, അവരുടെ ഗുരുമുത്തച്ഛന്മാരുടെ അല്ലെങ്കിൽ കാലം ചെയ്തു പോയിട്ടുള്ളതായ കോമരവട്ടക്കാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ എളിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.